ഹായ് ഹലോ, ഇവർ വിവാഹിതരായ സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമി ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയാണ്. അച്യുതൻ്റെയും അംബികയുടെയും മകളല്ല ഞാൻ അവരുടെ വളർത്തു മകളാണെന്ന യഥാർത്ഥ സത്യം തിരിച്ചറിഞ്ഞ് ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. യഥാർത്ഥ മകളല്ലാഞ്ഞിട്ടു പോലും അവരെന്നെ എത്രമാത്രം സ്നേഹിച്ചു. ഞാൻ അവർക്ക് ഇതിന് എന്ത് പകരം നൽകും? തൻ്റെ അച്ഛനെ തനിക്ക് നഷ്ടപ്പെട്ടു, അമ്മയെ രക്ഷിക്കാനു പോലും ആയില്ല. എല്ലാം ഓർത്ത് അവൾ പൊട്ടിക്കരയാണ്. അവർ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകളുള്ള ആ വീട്ടിൽ തനിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്തു. അങ്ങനെ എങ്ങനെയാണ് ഭൂമി ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നല്ലേ? അമ്മയെ രക്ഷിക്കാനായിട്ട് 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കോൺട്രാക്ട് മാരേജിന് വേണ്ടി അജയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാണ്. അങ്ങനെ അജയുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭൂമിയുമായിട്ട് അവളെ കൈപ്പിടിച്ച് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. മുത്തശ്ശിക്ക് ഭൂമിയെ ഇഷ്ടമാണെങ്കിലും ഭവാനിയുടെയും അഞ്ജനയുടെയും കാര്യമോർത്ത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. തൻ്റെ വാക്കിന് ഒരു വിലയില്ലാതായോ സൗഭാഗ്യപുരത്തെന്നോർത്ത് അവർ വിലപിച്ചു. എന്നാൽ സംഗീത 2 കൈനീട്ടി തൻ്റെ മകനെയും മരുമകളെയും സ്വീകരിച്ചു. പുറമെ ചെറിയ നീരസമൊക്കെ ഭൂമിയോട് കാണിച്ചെങ്കിലും പതിയെ ഭൂമിയെ അവർ മരുമകളായി അംഗീകരിച്ചിരുന്നു. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഭൂമി ശ്രദ്ധ പുലർത്തി. അതിരാവിലെ എണീറ്റു പൂജാ റൂമിൽ പോയി വിളക്ക് തെളിച്ച് അവൾ ഓരോ ദിവസവും തുടങ്ങി. ആ വീട്ടിലെ യഥാർത്ഥ മരുമകൾ ആകാൻ യോഗ്യത ഇവൾക്ക് തന്നെയെന്ന് സംഗീത മനസ്സുകൊണ്ട് ഓർത്തു. അങ്ങനെ ആ വീട്ടിലെ ഒരംഗമായി മാറായിരുന്നു. വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവിനെയും പല പൂജകളും കുടുംബ പൂജയിലെല്ലാം പങ്കെടുപ്പിക്കുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ അതിനുശേഷം സത്യദാസ് ആണെങ്കിലോ ഭൂമിയോട് തീരാത്ത ദേഷ്യം. അവളിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഭവാനിയുടെ മനസ്സിലെ സങ്കടങ്ങൾ നീങ്ങാനും തന്നോടുള്ള പകയും നീങ്ങാൻ വേണ്ടി അജയുമായിട്ടുള്ള അഞ്ജനയുടെ വിവാഹം സഹായിക്കുമെന്ന് സത്യദാസ് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അതിലും വലുതായി അഞ്ജയ് ഇങ്ങനൊരു പണി ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. വിവാഹം കഴിച്ച് ഭൂമിയും കൂട്ടി അങ്ങോട്ട് കയറി വരാ. അങ്ങനെ സ്വന്തം അച്ഛനെ പോലെ കണ്ടയാൾ വെറുപ്പോടെ നോക്കുമ്പോൾ ഭൂമിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ആ കാര്യം. അങ്ങനെ സത്യദാസിൻ്റെ അടുത്തേക്ക് അവൾ പോകുന്നുണ്ട്. സൗഭാഗ്യപുരത്ത് അമ്മയെ കാണാനെത്തിയ സത്യദാസും അഞ്ജനയും അഞ്ജനയെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അതിനുശേഷം ഇടയ്ക്ക് വരുന്നുണ്ട്. ഭൂമിയെ കാണുന്നതേ കലിപ്പായിരുന്നു. സത്യദാസിനുമായുള്ള ചായയുമായിട്ട് ഭൂമി വരുന്നുണ്ട്. എന്നാൽ അവളുടെ കയ്യിൽ നിന്ന് ആ ചായ വാങ്ങി കുടിക്കാൻ പോലും അയാൾ കാണിക്കുന്നില്ല. എന്താ മോനെ സത്യ ഇത്? നീ മകളെ പോലെ കണ്ടിരുന്ന ആളല്ലേ ഭൂമി? അവളെ നീ ഇങ്ങനെ വെറുക്കണോ? അജി നിർബന്ധിച്ചായിട്ടായിരിക്കും അവളെ വിവാഹത്തിന് സമ്മതിച്ചത്. എന്തൊക്കെയായാലും നമ്മൾ അനുഭവിച്ച അപമാനം, നാണക്കേട് അമ്മക്കറിയാലോ. അഞ്ജനയുടെ കാര്യം തന്നെ ഓർക്ക്. അവൻക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിയായിരുന്നില്ലേ? എന്നിട്ട് പിന്നെ അവൻ അതെന്തുകൊണ്ട് എന്നോട് തുറന്നു പറഞ്ഞില്ല? അവൻ ഈ കാര്യം അഞ്ജനയെയും ഭവാനിയെയും അറിയിച്ചിട്ടുണ്ടെന്നാ അവൻ പിന്നീട് പറഞ്ഞത്. അവർ അതറിഞ്ഞിട്ടും എന്തുകൊണ്ടാ പിന്തിരിയാഞ്ഞത്? അവരുടെ ഉള്ളിലും അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവും അമ്മേ. അതാണ് സത്യദാസ് മറുപടി. അങ്ങനെ ഭൂമി ചായ കൊടുത്തെങ്കിലും ആ ചായ വാങ്ങാതെ പോകുമ്പോൾ ഭൂമിക്ക് വലിയ സങ്കടമാവുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ചിരിക്കാണ്. സ്വന്തം മകളെ അകറ്റി നിർത്തടാ സത്യദാസേ, അത് നിന്റെ മകളാണ്. മകൾക്ക് അച്ഛനെയും അച്ഛന് മകളെയും തിരിച്ചറിയുന്നില്ല. കഷ്ടം തന്നെ. ഇതാ ഞാൻ നിനക്ക് നൽകുന്ന ശിക്ഷ. എത്രത്തോളം നിന്റെ സ്വന്തം മകളെ നിനക്ക് വേദനിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നിന്നെക്കൊണ്ട് ഞാൻ വേദനിപ്പിക്കും എന്നൊക്കെ ഓർത്ത് പുച്ഛമടക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ സംഗീതയാണെങ്കിലോ ഭൂമി വിഷമിച്ചിരിക്കുമ്പോൾ അവൾക്കരികിലേക്ക് വരുന്നുണ്ട്. മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. സത്യം ഒരു പാവ. അവൻ്റെ മനസ്സിൽ കളങ്കമില്ല. അവൻ്റെ അനിയൻ മരിക്കാൻ കാരണം അവനാണെന്ന് ഭവാനി വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതിന് കാരണക്കാർ ഒരിക്കലും സത്യേടനല്ല. അത് ഞങ്ങൾക്കറിയാം. അതിൻ്റെ കുറ്റബോധം കൊണ്ടാണ് ഈ കല്യാണം കൊണ്ട് അതിനൊരു പരിഹാരമായിരിക്കുമോ എന്ന് കരുതിക്കൊണ്ട് സത്യനും തന്നെ അങ്ങനെ കരുതി അതിൻ്റെ ഒരു ദേഷ്യം കാണിക്കാണ്. മോൾ അത് കാര്യമാക്കണ്ട. എനിക്ക് ദേഷ്യമൊന്നുമില്ല അമ്മേ. അല്ലെങ്കിലും എന്നെ അച്ഛനെ പോലെ കരുതിയ ഒരാളോട് എനിക്ക് എന്തിനാ ദേഷ്യം? എനിക്ക് അദ്ദേഹം എൻ്റെ അച്ഛൻ തന്നെയാണ്. അവളെ വാത്സല്യത്തോടെ ഒന്ന് തഴുകിയിട്ട് സംഗീത അവിടെ നിന്ന് പോവാണ്. അപ്പോഴും സത്യനെ ഓർത്ത് വല്ലാതെ വിഷമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും എത്രയും പെട്ടെന്ന് തിരികെ കിട്ടണമെന്ന് അവൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ഭൂമിയെയും അജിയെയും വിളിക്കുന്നുണ്ട്. 2 പേരും കൂടെ വാ. എന്തായാലും ഇവിടുത്തെ കുടുംബ പൂജ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇവിടുത്തെ പരമ്പരാഗത കിട്ടിയ ആ മാല നമ്മൾ ഒന്ന് അഭിരാമിക്കും അഞ്ജനയ്ക്കും
പിന്നെ അനുപമക്കും ആയിരുന്നല്ലോ കൊടുത്തിരുന്നത്. അഭിരാമി ഇപ്പോൾ എവിടെയോ എന്താന്ന് പോലും അറിയില്ല. അതുപോലൊരു മാല പണിയിപ്പിക്കാൻ ഞാൻ നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കുടുംബത്തിൻ്റെ ആ പാരമ്പരിക അടയാളമായ ആ മാല ദേ ഭൂമിമോളുടെ കയ്യിലും നാളെ മുതലെത്തും. മോളത് കാലാകാലം സൂക്ഷിക്കണം. മോൾക്ക് മക്കളുണ്ടാവുമ്പോൾ ആ മാല മോള് അവർക്ക് സമ്മാനമായി കൊടുക്കണം. അത്രയും പ്രധാനപ്പെട്ടതാണ് ആ മാല. നാളെ പൂജ കഴിഞ്ഞതിന് ശേഷം മോൾക്കത് കൈമാറും. അങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ സന്തോഷത്തോടെ അവൾ തലയാട്ടുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഗീതയും ഭൂമിയും കൂടെ. ആ മാലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ മാത്രം അടയാളമായിട്ടാണ് ആ മാലയുടെ ലോക്കറ്റ്. അതൊരിക്കലും കളഞ്ഞു പോകരുതേ മോളെ. അത്രയും ഭദ്രമായി സൂക്ഷിക്കണം. അതേപോലൊരു ഡിസൈന് മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല. അത് ഈ സൗഭാഗ്യപുരത്തിൻ്റെ അടയാളമാണ്. അത് എവിടെയും വാങ്ങിക്കാനും കിട്ടില്ല. ഇതെല്ലാം കേട്ട് തലയാട്ടി ഭൂമി എല്ലാം കേൾക്കുന്നുണ്ട്. ഇവിടെ മറ്റ് 2 പേർക്കും 3 പേർക്കും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഭിരാമി ഇപ്പോൾ എവിടെയാ അറിയില്ല. അവളെ തിരിച്ചറിയാനുള്ള ഏക ഒരു അടയാളം ആ മാലയാണ്. പിന്നെ അവളുടെ പുറകിലായിട്ട് ഒരു കറുത്ത മറുകും. അതിപ്പോൾ വലുതാവുമ്പോൾ അത് തിരിച്ചറിയുമെന്ന് അറിയില്ല. പക്ഷേ എങ്ങനെയാണെങ്കിൽ ആ മാല എല്ലാം നിങ്ങൾക്ക് പരസ്യം ചെയ്തൂടെ എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു ഐഡിയ ഇതുവരെ ആർക്കും തോന്നിയിട്ടില്ല. ആ ഡിസൈനുള്ള മാല അണിഞ്ഞ ആ ഡിസൈൻ ആർക്കെങ്കിലും അറിയോ? അതുപോലെയുള്ള മാല ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ച് ഒരു പത്രവാർത്ത കൊടുത്താൽ പോരെ ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നല്ല കാര്യമാണല്ലോ മോളെ. എന്തായാലും അജയോട് നീ കാര്യമൊന്ന് സൂചിപ്പിച്ച് അഭിരാമിയെ തിരിച്ചു കിട്ടാൻ ഇതിലും നല്ല മാർഗമൊന്നുമില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ആ പൂജയ്ക്കുള്ള എല്ലാ കാര്യങ്ങളാവാണ് അതിമനോഹരമായി സാരിയെല്ലാം ഉടുത്തോണ്ട് വേണം ഇനി ഭൂമി ഈ ഒരു പൂജയ്ക്ക് ഇരിക്കാൻ. അതിനുവേണ്ടി അവൾക്ക് നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിലും അഞ്ജനിക്കും ഭവാനിക്കും അനുപമക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അജയുടെ പെങ്ങൾ അനുപമ അഞ്ജനയുടെ കൂടെ തന്നെയാണ് ഭൂമിയെ വിവാഹം കഴിച്ചത്. അവൾക്കും തന്നെ തീരെ പിടിക്കുന്നില്ല. എന്തായാലും അഞ്ജനി അവൾ ആ സാരി എടുത്തുകൊണ്ട് ഫംഗ്ഷനിൽ വരില്ല. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അനുപമ പറയുന്നുണ്ട്. അതിമനോഹരമായ ആ സാരിയാണ് അജയ് അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെടുത്തോണ്ട് തന്നെ അവൾ നാളെ പൂജയ്ക്കിരിക്കും. അങ്ങനെ ഭവാനി പറയുമ്പോൾ ഇല്ല ആൻറ്റി നോക്കിക്കോ, അതിനൊരു വഴിയുണ്ട്. അങ്ങനെ ആരും കാണാതെ ആ സാരി എൻ്റെ ബ്ലൗസെല്ലാം കീറി നശിപ്പിക്കാണ് കേട്ടോ. അതിനുശേഷം താഴേക്ക് ഇറങ്ങി വന്ന് ഒന്നും അറിയാതെ പോലെ പൂജയിൽ പങ്കെടുക്കുന്നുണ്ട്. അജയ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ഭൂമിയോട്, ഈ സാരി ഉടുത്തിട്ട് വേണം നീ എൻ്റെ കൂടെ എൻ്റെ ഭാര്യയായിട്ട് പൂജയ്ക്കിരിക്കാൻ. കുളിയെല്ലാം കഴിഞ്ഞ് സാരി നിവർത്തി നോക്കുമ്പോഴാണ് ജാക്കറ്റെല്ലാം പിന്നി പറഞ്ഞു പോയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അഞ്ജനയും ഭവാനിയും തന്നെയാണെന്ന കാര്യം ഭൂമിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലെ വേലക്കാരി അവൾക്കരികിലേക്ക് വരുന്നുണ്ട്. അയ്യോ മോളെ, ഇതാരും നശിപ്പിച്ചത്? ഇത്രയും ഭംഗിയുള്ള സാരി ഇന്നലല്ലേ സാറ് മോൾക്ക് തന്നത്, അപ്പോഴേക്കും ഇത് നശിപ്പിച്ചോ? സാരല്ല, അതിൻ്റെ പിന്നിലൊക്കെ ആരാണെന്ന് എനിക്കറിയാം ചേച്ചി. എന്നാലും കഷ്ടമായി പോയല്ലോ. മോൾക്ക് ആശപ്പെട്ട് വാങ്ങി തന്നതല്ലേ അജയ് സാർ ഈ ഒരു സാരി. എന്തായാലും ചേച്ചിയുടെ കയ്യിൽ സൂചിയുണ്ടോ, നൂലിരിപ്പുണ്ടോ? ഞാൻ റെഡിയാക്കിക്കോളാം. മോളെ ഞാൻ തരാം. അങ്ങനെ അവർ കുറച്ച് നൂലും സൂചിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം തയ്ച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ വരാം കേട്ടോ. അങ്ങനെ ഭൂമി വരുന്നത് കാണാതാവുമ്പോൾ അജയ് ഇങ്ങനെ ബാക്കിലോട്ട് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ടോ നോക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. മോനെ എവിടെ ഭൂമി? അവൾ റൂമിലുണ്ടാവും, ഞാൻ വിളിക്കാം എന്ന് പറയണം. മറ്റുള്ളവർ 3 പേരും ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക. അവളിപ്പോൾ സാരൊന്നും എടുക്കാതെ സാധാ വേഷത്തിൽ വരും. അജയ്ക്ക് നിരാശയാവും. അങ്ങനെ ആ അജയുടെ മുഖവും ആ തോൽവിയൊക്കെ കാണാനായിട്ട് ഇവരിങ്ങനെ 3 പേരും പ്രതീക്ഷയിലിരിക്കണം. ആ സമയം ഭൂമി ആ സാരിനെ എടുത്തുകൊണ്ട് അതിമനോഹരമായി ഒരു ദേവതയെ പോലെ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന കാണുമ്പോൾ അനുപമയും അഞ്ജനയും ഭവാനിയും പൊള്ളലേറ്റുപോലെ നിൽക്കാട്ടോ. അനുപമ, നീയല്ലേ പറഞ്ഞത് അവൾ സാരി ഉടുക്കില്ലെന്ന്? ഇപ്പോൾ എന്താ അവൾ എടുത്തിരിക്കുന്നത്? അയ്യോ ആൻറ്റി, സത്യമായിട്ടും അത് ഞാൻ നശിപ്പിച്ചതാ. എന്നിട്ട് അവൾ അതെങ്ങനെ എടുത്തത്? നിന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഞങ്ങൾ മണ്ടി എന്നൊക്കെ പെറുപ്പെറുക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജന നേരെ വന്ന് നമ്മുടെ അജയുടെ അരികിലേക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പൂജാരി എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഒടുവിൽ പരമ്പരാഗതമായി കിട്ടിയ ആ മാല ഭൂമിക്ക് കൈമാറുന്നുണ്ട്. നല്ല ഒരു പഴമയുള്ള ഒരു ബോക്സിൽ നിറച്ചുകൊണ്ട് മുത്തശ്ശി അവൾക്ക് കൊടുക്കുമ്പോൾ ആ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുക. മോളെ, ഇനി അത് തുറന്നു നോക്ക്. എന്നിട്ട് അജയ് നീ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. അതാണ് വേണ്ടത് മോളെ. നിങ്ങൾക്ക് പിറക്കുന്ന മക്കൾക്ക് ഇനി അത് കൈമാറണം. ഈ കുടുംബത്തിൻ്റെ പരമ്പരാഗത എന്നും നിലനിൽക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശി അത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ ആ ബോക്സ് തുറന്നതും അതിലെ മാല കണ്ടതും നെട്ടി വിറച്ച് നിൽക്കാട്ടോ.
ഭൂമി. ഭൂമിയുടെ നെട്ടൽ കണ്ടതും അജയ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ആ മാല കയ്യിൽ പിടിച്ച് അതിലെ ലോക്കറ്റിലേക്ക് സൂക്ഷിച്ചു നോക്കി വിറയലോടെ ഭൂമി. ഈ മാല, ഈ ലോക്കറ്റ്, എന്താ ഭൂമി ഇത്? നീ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതേന്ന് അവൾ തലയാട്ടി. പിന്നീട് അവൾ ഒന്നൊരക്ഷരം മിണ്ടാതെ അത് അജയെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അജയ് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക. എന്നാലും ഈ മാല എങ്ങനെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലെത്തി? ഇത്രയും കാലം അതെൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ഈ അടുത്താണ് അച്ഛനത് ഊരി വാങ്ങിയത്. മറ്റെന്തോ ആവശ്യം പറഞ്ഞുകൊണ്ട് അമ്പലപ്പറമ്പിൽ പോയപ്പോൾ വാങ്ങിയതാണെന്നാ അമ്മ പറഞ്ഞത്. എന്നാൽ അതല്ല സത്യം. അമ്മയും മുത്തശ്ശിയും പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഒരു ലോക്കറ്റിൻ്റെ ഡിസൈന് സൗഭാഗ്യപുരത്തേതാണെന്ന്. അത് മറ്റെവിടെയും വിൽക്കപ്പെടില്ലെന്നും അതുപോലെ ഡിസൈൻ ഉണ്ടാവില്ലെന്നും അതിൻ്റെ പുറകിലായിട്ട് അവരുടെ പാരമ്പരാഗതത്തിന് സൗഭാഗ്യപുരത്തിൻ്റെ എസ് എന്ന അക്ഷരം ഉണ്ടെന്ന കാര്യം അവളോട് പറയുന്നുണ്ട്. ആ മാല ഇപ്പോൾ എവിടെ? അവളാകെ ഓർത്തു. അവളുടെ കയ്യിലുള്ള മാലയ്ക്ക് പുറകും അങ്ങനെ ഒരു സൗഭാഗ്യപുരത്തെ ആ ഒരു സൗഭാഗ്യപുരം എന്ന ഇതിൻ്റെ എസ് എന്ന ലെറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സമയം തന്നെ ഭൂമിക്ക് താൻ ഈ വീട്ടിലെ അഭിരാമിയാണോ എന്നൊരു സംശയം തോന്നുക. അതിനുശേഷം അതെങ്ങനെ സാധിക്കും? താൻ അച്യുതൻ്റെയും അതുപോലെ അംബികയുടെ മകളാണ്. അതെങ്ങനെ എൻ്റെ കഴുത്തിൽ വന്നിട്ടുണ്ടാവുക? ഇനി അഭിരാമിയെക്കുറിച്ച് അച്ഛനും അറിയാമോ? അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണോ അച്ഛനെ കൊലപ്പെടുത്തിയത്? അങ്ങനെ 100 ചിന്തകളും 100 ചോദ്യങ്ങളും അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തെളിയ. അങ്ങനെ ധൃതിയിൽ പുറത്തേക്ക് പോകുന്ന ഭൂമിയോട് ചോദിക്കുന്നുണ്ട്. സംഗീത വന്നിട്ട് ചോദിക്കും, എവിടേക്കാ മോളെ ഈ പൂജ കഴിഞ്ഞ പാടെ നീ ഓടുന്നത്? എനിക്ക് അമ്മയൊന്ന് കാണണം. അതിന് അമ്മ ജയിലല്ലേ? ഇത്ര പെട്ടെന്ന് ഓടിച്ചെന്നാൽ അമ്മയെ നിനക്ക് കാണാൻ പറ്റുമോ? അത് അജയ് സാർ എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരും. എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് പോവാണ്. നേരെ അവർ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യമുണ്ടെന്ന് അവൾക്ക് തോന്നാ. മോളെ, നീ അജയുടെ കൂടെ സന്തോഷത്തിലല്ലേ? അച്ഛൻ്റെ ഫോട്ടോക്ക് മുമ്പിൽ കൈക്കൂപ്പി നിൽക്കുമ്പോൾ അച്ഛൻ്റെ സ്വരം അവളുടെ കാതിൽ വന്ന് ചോദിക്കുന്ന പോലെ തോന്നി. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ആ പാടും നോക്കുന്നുണ്ട്. അച്ഛാ, എനിക്ക് അച്ഛനെ മറക്കാൻ കഴിയുന്നില്ലല്ലോ. അച്ഛൻ്റെ ഓർമ്മകളാണ് എൻ്റെ ഉള്ളിൽ നിറയെ. എവിടെ പോയാലും എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയും അവരാണ് എൻ്റെ ലോകം. അവരില്ലാതെ ഈ മോൾക്ക് എങ്ങനെ സന്തോഷമാവും? അങ്ങനെ ഭൂമി അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അച്ഛനും അമ്മയും സൂക്ഷിച്ചു വെച്ച ആ അലമാരയിൽ അവൾ ആകെ തിരയാണ്. അന്ന് അച്ഛന് വേണ്ടി അവൾ ഊരിക്കൊടുത്ത ആ മാല സൗഭാഗ്യപുരത്തെ പാരമ്പരാഗതമായുള്ള മാലയാണോ എന്ന് അറിയണം. അങ്ങനെ ഒരു ബോക്സിനുള്ളിൽ അവൾക്ക് ആ മാല കണ്ടെത്തി. അവൾ ധൃതി അതെടുത്ത് ലോക്കറ്റിൻ്റെ പുറകിലുള്ള ആ ഒരു ലെറ്റർ നോക്കുന്നുണ്ട്. ശരിയാണ്, രണ്ടും ഒരേപോലെ, ഒരു വ്യത്യാസവുമില്ല. ഇത് എങ്ങനെ അച്ഛൻ്റെ കയ്യിൽ വന്നു? ഇനി അഭിരാമി എവിടെയാണെന്നും അഭിരാമി ആരാണെന്ന കാര്യം അച്ഛന് വല്ല അറിവുണ്ടാവുമോ? ആ കാരണത്താലാണോ അച്ഛനെ അവർ കൊല്ലാൻ വേണ്ടി നോക്കിയത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യം? അമ്മക്ക് അറിയായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന്. അമ്മയെ കാണണം. അങ്ങനെ ജയിലിൽ പോയി അംബികയെ കാണാനായിട്ട് തന്നെ ഒരുങ്ങാണ്. ആ 2 മാലയും അവളുടെ കയ്യിൽ തന്നെ വെക്കുന്നുണ്ട്. ഒന്ന് അജയ് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തല്ലോ, അത് അവിടെ തന്നെയും. അച്ഛൻ സൂക്ഷിച്ചു വെച്ച ആ മാല അവളും കയ്യിൽ തന്നെ വെക്കുക. നേരെ ജയിലോട്ട് പോവാണ്. അംബികയെ കാണാനുള്ള അനുവാദം വാങ്ങുന്നുണ്ട്. അങ്ങനെ അംബിക കമ്പിക്കപ്പുറത്തായിട്ട് വന്ന് നിൽക്കുന്നു. മോളെ എന്ന് വിളിക്കുമ്പോൾ ഭൂമി അമ്മക്കരികിലേക്ക് വരാം. അമ്മേ, എൻ്റെ മോളെ, സന്തോഷല്ലേ അജയുടെ കൂടെ? ആ വീട്ടിലെ എല്ലാവരും നിന്നെ സ്വീകരിച്ചോ? ആ സമയം ഭൂമി പറയും, അതെ അമ്മേ, സന്തോഷാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാതെ എനിക്കെങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയും? എൻ്റെ ലോകം എൻ്റെ അച്ഛനും അമ്മയായിരുന്നില്ലേ? അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വേഷം പോലും കെട്ടിയത്. എനിക്കറിയാം മോളെ, അജയ് ഒരിക്കലും നിന്നെ കൈവിടില്ല. അവനും നീയും എന്ത് ചേർച്ചയാണെന്ന് എനിക്കും അച്ചുവേട്ടനും തോന്നിയ കാര്യമാണ്. നിങ്ങളിപ്പോൾ ഒന്നിച്ചല്ലോ, അത് മാത്രം മതി. എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല അമ്മേ. എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അടുത്ത കോടതിയിലെങ്കിലും അമ്മയെ പുറത്തിറക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയുമോ? ഞാൻ എന്താ മോളെ, എന്താ കാര്യം? അപ്പോൾ അവൾ ബാഗിനുള്ളിൽ നിന്ന് ആ മാല എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ മാല സത്യത്തിൽ എവിടെന്നാ അമ്മ വാങ്ങിയത്? സത്യം പറയണം. എന്താ മോളെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നീ ചോദിക്കുന്നത്? അത് പിന്നെ മറ്റൊരു കാര്യമുണ്ട്. അമ്മ വാങ്ങിയതാണോ? അല്ല. വിദുരയിലേക്ക് നോക്കി അംബിക പറയുന്നുണ്ട്. എന്നായെങ്കിലും മകൾ അറിയേണ്ട സത്യമല്ലേ അച്ചുവേട്ടനും? സത്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയാൻ കരുതിയതാ. അവൾക്ക് യഥാർത്ഥ അച്ഛനെ കിട്ടണമെന്ന് കരുതി. അല്ല മോളെ,
ഞങ്ങൾ വാങ്ങിയതല്ല. പിന്നെ ഇതെവിടുന്ന് കിട്ടി? അത് പിന്നെ മോളെ, എന്താ അമ്മേ, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അതെ, നിന്നെ ഞങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ നിന്റെ കഴുത്തിൽ ഈ മാലയുണ്ടായിരുന്നു. ഇത് കേട്ടതും നെട്ടലോടെ അംബികയുടെ മുഖത്തേക്ക് നോക്കാം. എന്നെ കയ്യിൽ കിട്ടുമെന്നോ? അപ്പോൾ ഞാൻ ഈ അമ്മയുടെ അച്ഛൻ്റെ മകളല്ലേ? അല്ല മോളെ, അന്ന് അച്ഛൻ മരിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ നടത്താൻ നോക്കുന്നത്. നിന്റെ അച്ഛനെ അറിയായിരുന്നു നിന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന്. ഈ അടുത്ത കാലത്താണ് അച്ചുവേട്ടൻ അത് മനസ്സിലാക്കിയത്. എൻ്റെ കയ്യിൽ കൊണ്ടുവരുമ്പോൾ നീ നന്നേ ചെറിയ കുഞ്ഞായിരുന്നു. ഒരു 3 വയസ്സ് പ്രായം. അവളെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. എന്താണോ ഏതാണെന്ന് ചോദിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നിന്നെ സ്വന്തം മകളെ പോലെ വളർത്തി. ആ നാട് വിട്ട് ദേ ഇവിടേക്ക് വന്നു. അന്ന് അച്ചുവേട്ടൻ പറഞ്ഞു നിന്നെ കൊല്ലാനായിട്ട് ആരോ അച്ചുവേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണെന്ന്. നിന്നങ്ങനെ കൊല്ലാൻ അദ്ദേഹത്തിന് കഴിയോ? ഒരു വീഡിയോ സൃഷ്ടിച്ചു. ആ കൊല്ലാൻ ഏൽപ്പിച്ച ആൾക്ക് അയച്ചു കൊടുത്തു. നിന്നെയും കൊണ്ട് ഞങ്ങൾ നാട് വിട്ടു പോരായിരുന്നു. ഇതെല്ലാം കേട്ട് നെട്ടലോടെ ഭൂമി നിൽക്കാട്ടോ. അപ്പോൾ നിന്റെ കഴുത്തിൽ ഈ മാലയുണ്ടായിരുന്നു. നിന്റെ കുഞ്ഞുടുപ്പും മാലയും ഇപ്പോഴും അച്ചുവേട്ടൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ കഴുത്തിൽ എന്നും ഈ മാലയുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ടാണ് അച്ചുവേട്ടന് വല്ലാതെ ഭയം തോന്നിയത്. നിന്നെ ആരൊക്കെയോ പിന്തുടരുന്നെന്ന്. നീ മരിച്ചിട്ടില്ലെന്നും നിന്നെ കൊല്ലാനേൽപ്പിച്ച ആള് മനസ്സിലാക്കിയെന്നും അച്ചുവേട്ടൻ തിരിച്ചറിഞ്ഞു. അതോടുകൂടെ അച്ചുവേട്ടൻ വല്ലാതെ ആദിയായിരുന്നു. നിന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് പോലും എന്നോട് പറഞ്ഞില്ല. അന്ന് ഫാദേഴ്സ് ഡേ ആ ഫംഗ്ഷനിൽ നിന്ന് എന്നോട് പറയാമെന്ന കരുതിയത്. അതിനുവേണ്ടി സൗഭാഗ്യപുരത്തെ എല്ലാവരെയും ക്ഷണിച്ചു. നിന്റെ യഥാർത്ഥ അച്ഛൻ ആരാണെന്നോ അയാളെയും ക്ഷണിച്ചിരുന്നു. അവിടെ വെച്ച് എല്ലാം പറയാമെന്ന കരുതിയത്. അതിനു മുമ്പേ അച്ചുവേട്ടൻ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാട്ടോ. അതെല്ലാം കേട്ടത് വിശ്വസിക്കാനാവാതെ ഭൂമി അവിടെ നിന്ന് പോവുക. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്ന് പറയുന്നുണ്ട്, ഒരുപാട് സമയമായല്ലോ, മതി, ഇത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ട് അംബികയെ കൊണ്ടുപോകുന്നുണ്ട്. അംബിക പോകുമ്പോൾ നിശ്ചലമായി അവിടെ നിൽക്കുക. താൻ ജീവന് തുല്യം സ്നേഹിച്ച അച്ഛനും അമ്മയും തൻ്റെ ആരുമല്ല, അവളുടെ വളർത്തുമകളാണെന്ന് നെഞ്ചുപൊട്ടി ഭൂമി കരഞ്ഞു. അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. സ്വന്തം മകളല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം എന്നെ കൊന്നില്ല. ഒരു മകൾക്ക് കൊടുക്കുന്നതിനേക്കാളേറെ സ്നേഹവും പരിഗണനയും തന്ന ഇത്രയും കാലം വളർത്തിയത് അവരുടെ സ്വന്തം മകളാവാനുള്ള ഒരു യോഗ്യത പോലും തനിക്കില്ല എന്ന് ഓർത്ത് അവൾ പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ യഥാർത്ഥ അച്ഛൻ ആരാണ്? സൗഭാഗ്യപുരത്തെ സിമ്പലുള്ള ഈ മാല എങ്ങനെ എൻ്റെ കഴുത്തിൽ വന്നു? അപ്പോൾ അവിടെ ചിലപ്പോൾ സത്യസാറിൻ്റെ മകളായിരിക്കുന്നോ ഞാൻ എന്നൊക്കെ പല ചിന്തകളും അവളുടെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. കൊല്ലാനായിട്ട് ആരായിരിക്കും അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്? ആ ആൾ തന്നെയായിരിക്കും എൻ്റെ അച്ഛൻ്റെയും കൊലയാളി. എൻ്റെ അമ്മ പുറത്തു വരണമെങ്കിൽ ആ യഥാർത്ഥ കൊലയാളിയെ താൻ കണ്ടെത്തണം. ആ യഥാർത്ഥ കൊലയാളി സൗഭാഗ്യപുരത്ത് തന്നെയാണ്. അങ്ങനെ ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് ഭൂമി അവിടേക്ക് കയറി ചെല്ലുന്നത്. ഭൂമിയുടെ ഭാവമാറ്റം കണ്ട് സംഗീത ചോദിക്കുന്നതിന്, എന്താ മോളെ, എന്ത് പറ്റി? ഒന്നുമില്ല അമ്മേ, നീ പോയ പോലെയല്ലല്ലോ, എന്തിനാ നീ കരഞ്ഞത്? എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്? അമ്മയെ ജയിലിൽ പോയി കണ്ടു, അതിനുശേഷം വല്ലാതെ സങ്കടം. എത്രയും പെട്ടെന്ന് അമ്മയെ ഇറക്കണം. അതിന് മോളെ അജയ് സഹായിക്കും, മോള് വിഷമിക്കണ്ട, അതൊക്കെ അതിൻ്റെ നടപടി പോലെ നടന്നോളും എന്ന് പറഞ്ഞ് അവളെ ആശ്വസിക്കുന്നുണ്ട്. എന്നാൽ ആ വീട്ടിലെ ഓരോരുത്തരെയും നിരീക്ഷിക്കാൻ തന്നെ ഭൂമി തീരുമാനിച്ചു. താൻ യഥാർത്ഥത്തിൽ ഭൂമിയല്ലെന്നും അഭിരാമിയാണെന്ന കാര്യവും അവൾക്ക് തിരിച്ചറിയാൻ അധികം താമസം വേണ്ടി വന്നില്ല. ഭൂമിയ തന്നെ പേരിട്ടത് തൻ്റെ അംബികാമ്മയാണെന്ന കാര്യവും അവർ തിരിച്ചറിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ഭൂമി അമ്മ പറഞ്ഞ ആ അടയാളം തൻ്റെ ഇടത് കൈത്തിന് താഴെയായി ആ മറുക് അവൾക്ക് മനസ്സിലാവാണ്. അപ്പോൾ ഇവിടുത്തെ അഭിരാമി ഞാൻ തന്നെ, ചുമ്മാതല്ല. ഈ മാലയും 3 കുട്ടികളെയും താൻ സ്വപ്നം കാണാറുണ്ടായിരുന്നത്. അതെല്ലാം ഓർത്ത് ഭൂമി തന്നെ സ്വയം തിരിച്ചറിയാണ്. പക്ഷേ തെളിവുകളൊന്നുമില്ലാതെ ആരുടെ മുമ്പിൽ തനിക്ക് പറയാനാവില്ല ആരാണ് ഇതിനുള്ള യഥാർത്ഥ ശത്രു എന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി ഭൂമി പരിശ്രമിക്കാണ്. ഒടുവിലാണ് കേട്ടോ ഭവാനിയാണ് എല്ലാത്തിനും കാരണക്കാരിയെന്ന് ഭൂമി തിരിച്ചറിയുന്ന ആ ഒരു എപ്പിസോഡ് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.